PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF തീരുമാനം. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് UDF തീരുമാനിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അർഹതപ്പെട്ട ഫണ്ട് ഏറ്റുവാങ്ങേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അടൂർ പ്രകാശ് ന്യായീകരിച്ചത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ അത് സൈൻ ചെയ്യാൻ പോകരുത്. ഗോപാൽ ശീലാസനലും റോഷിബാലുമാണ് ചേരുന്നത്. ഗോപാലിലേക്ക് പോയാൽ, ഗോപാൽ, ഇടത് സർക്കാരിനെ പഴിചാരിക്കൊണ്ട് UDFും ഇതാ PM ശ്രീയുമായി മുന്നോട്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? അതെ വിനിത, LDF സർക്കാരിന് പഴിചാരിക്കൊണ്ട് തന്നെയാണ് UDF ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ചേർന്ന കൺവീനറുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് പലവിധ കാരണങ്ങളാണ്. അതായത് LDF സർക്കാരാണ് ഈ പദ്ധതിയിൽ അന്ന് ഒപ്പിട്ടത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതി നിലവിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് ഫണ്ട് കിട്ടേണ്ട ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കപ്പെടേണ്ട ഫണ്ടുകൾ, അത് അർഹതപ്പെട്ട ഫണ്ടുകൾ കൃത്യമായി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു കാരണത്തിന്റെ പേരിലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റുവാങ്ങേണ്ടത്, കൃത്യമായി നേടിയെടുക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും ആ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ഈ തങ്ങൾ ഇതുവഴി ചെയ്യുന്നത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതായിരിക്കുന്നു. ഒന്ന്, LDF സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് മാത്രമാണോ ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോകുന്നത്? രണ്ട്, ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ ഇതുമായി മുന്നോട്ട് പോകുന്നതെന്നാണ്. കാരണം LDF ഇപ്പോഴും വാദിക്കുന്നത് അന്ന് ഞങ്ങൾ ഒപ്പിട്ടു എന്ന് കരുതി അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലായപ്പോൾ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് അവർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ കത്തടക്കം LDF പുറത്തുവിടുകയും ചെയ്തു. എന്തുകൊണ്ട് UDF ഈ കത്ത് അല്ലെങ്കിൽ UDF അന്ന് LDF എടുത്തതുപോലെ ഒരു തീരുമാനം പിന്മാറാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് എടുക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് ഫണ്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 1600 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാരിന് സമഗ്ര ശിക്ഷ കേരള ഫണ്ട് വഴി കുടിശ്ശികയായി ലഭിക്കാനുള്ളത്. ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ആ നടപടി കൂടിയാണ് ഈ PM ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടി എന്ന തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന് തുടർ നടപടി അല്ലെങ്കിൽ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഉടൻ തന്നെ ഉപസമിതി ഒരിക്കൽ കൂടി ചേരും. ആ ഉപസമിതി ചേർന്ന് എടുക്കുന്ന തീരുമാനം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളതല്ല, പകരം എവിടെയൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും ഈ പദ്ധതി ഏത് തരത്തിൽ, ഏതൊക്കെ സ്കൂളിൽ, ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്ന് UDF തീരുമാനിക്കും എന്നുള്ളതാണ്. അതിന്റെ റോഷിബാൽ, PM ശ്രീയെ വളരെയധികം എതിർത്ത UDF ഇത് നടപ്പാക്കുന്നത് എങ്ങനെയായിരിക്കും? സ്കൂളുകൾ തീരുമാനിക്കുക സംസ്ഥാന സർക്കാർ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും? ഇതിൽ ഇപ്പോഴും ആശങ്കകൾ ബാക്കിയാണല്ലോ. അതിനിടയിലാണ് തീരുമാനം വരുന്നത്. നമുക്കറിയാം, മന്ത്രിസഭാ ഉപസമിതിയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു. ചില മന്ത്രിമാർ രൂക്ഷമായി തന്നെ എതിർത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനിത, PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ LDF സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നു അന്ന് പ്രതിപക്ഷത്തോട് ഉണ്ടായിരുന്ന UDF നേതൃത്വം. പക്ഷേ UDF അധികാരത്തിലെത്തിയപ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഏതാണ്ട് 2.5 മാസത്തിന് ശേഷം ചേർന്ന ആദ്യ UDF യോഗം എന്ന് പറയേണ്ടി വരും. ആ യോഗത്തിൽ തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നാൽ അതിൽ എന്താണോ നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നൽകുകയും ചെയ്തു UDF നേതൃത്വം. അങ്ങനെയാണ് ഇന്നത്തെ UDF നേതൃത്വം യോഗം അവസാനിച്ചത്. ഏതായാലും പക്ഷേ ഇതിൽ വലിയ വിശദീകരണം നൽകേണ്ടി വരും. UDF സ്വാഭാവികമായും മുസ്ലിം ലീഗ് അടക്കം ഇതിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായത് കരിക്കുലം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഉപസമിതി നിർദ്ദേശങ്ങൾ അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനുള്ള തീരുമാനമടക്കം എടുത്തതാണ്. അതിൽ പ്രധാനപ്പെട്ടത് കരിക്കുലം തയ്യാറാക്കുന്നത്, പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണമായ ചുമതല സംസ്ഥാനത്തിന് നൽകണമെന്ന ഒരു ആവശ്യമാണ്.
അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ വയ്ക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ സർക്കാർ. ശക്തമായി തന്നെ എതിർത്തിരുന്നതാണ് ലീഗ്. വിനീത, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം KPM മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുത്താണ്. ഇവരുൾപ്പെടെയുള്ള യോഗമാണ് PM-ശ്രീ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിന് അനുകൂലമായി അത് പച്ചക്കൊടി കാണിക്കുകയാണെന്ന് UDF യോഗം ചെയ്തത്. ഉപസമിതിയുടെ റിപ്പോർട്ട് സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചെങ്കിൽ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിലപാടൊക്കെ മയപ്പെടുത്തി. കാരണം PM-ശ്രീയെ എതിർത്ത് കഴിഞ്ഞാൽ പദ്ധതി ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കുമെന്ന ഒരു ആശങ്കയാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം വാങ്ങിയെടുക്കുക, ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തെറ്റില്ല. നേരെ മറിച്ച് പാഠ്യപദ്ധതി അതിൽ ഒരു തരത്തിലും കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇടപെടുന്നത് തടയുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉപസമിതി മുന്നോട്ട് വയ്ക്കും. ആ നിർദ്ദേശങ്ങൾ അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അപേക്ഷയായി ഇളവ് എന്ന നിലയിൽ അപേക്ഷയെ സമർപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ എടുക്കുന്നത് UDF. ഏതായാലും UDF യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത് പൂർണ്ണമായും അംഗീകരിക്കുകയാണ് നേതൃത്വം ചെയ്തത്. ശരി, റോഷിപാലും ഒപ്പം ഗോപാൽ ഷീല സന്നലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷിപാൽ, ഇതിലിപ്പോൾ നമുക്കറിയാം വി ശിവൻകുട്ടി ഉൾപ്പെടെ മുൻമന്ത്രിയും ഒപ്പം CPI-യും ASF-ഉം അങ്ങനെ പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ വിമർശനങ്ങൾ കൂടി വിമർശനങ്ങളുമായി എത്തുമെന്ന് ഉറപ്പാണ് അല്ലേ റോഷിപാൽ? ശരി, ഏതായാലും വലിയ വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ASF-ന്റെ ഒക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. മുസ്ലിം ലീഗിനും എതിർപ്പില്ല ഈ ഘട്ടത്തിൽ UDF യോഗത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും PM-ശ്രീ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നതാണ് ASF-ന്റെ ഉൾപ്പെടെ പ്രതികരണം വരുന്നത്. അപ്പോൾ റോഷിപാൽ, ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കൂടിയായിരിക്കും ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക അല്ലേ? പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തുമെന്ന് ഉറപ്പാണ്. ശരി, ഏതായാലും നമുക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം. മുസ്ലിം ലീഗിനും എതിർപ്പില്ല ഈ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. PM-ശ്രീയുമായി UDF മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ. അതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗ് കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനം വരികയാണ്.